കുറ്റക്കാരനെയും പ്രതിയെയും കുറിച്ച് മാത്രമല്ല, സ്റ്റേഷനിലെത്തിയ നാഗശലഭത്തെക്കുറിച്ചും ഷോളയൂർ എസ്ഐയായ ഫൈസൽ കോറോത്തിന് പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ പലതവണയായി സ്റ്റേഷനിലും ക്വാർട്ടേഴ്സിലും വന്നിരുന്ന നാഗശലഭം തന്റെ ദേഹത്ത് പറ്റിച്ചേർന്നിരിക്കുകയും വിശ്രമശേഷം പറന്നകലുകയും ചെയ്തതായും 12 ദിവസം മാത്രമായുസുള്ള ഈ ശലഭം ജീവിതാന്ത്യത്തിലും ഈ സ്റ്റേഷനിലെത്താറുണ്ടെന്നും അദ്ദേഹം തന്റെ കുറിപ്പിൽ പറയുന്നു. അവസാന നിമിഷങ്ങളിൽ ഇവയുടെ ചിറകുകൾ പൊടിഞ്ഞ് രൂപഭംഗി നഷ്ടപ്പെടുകയും ശരീരം ചുരുങ്ങുകയും പിന്നീട് വൃത്തത്തിൽ ചിറകടിച്ച് വലം വയ്ക്കുകയും തുടർന്ന് നിശ്ചലമാകുകയും ചെയ്യും. വായ രൂപപ്പെടാത്ത ഈ ശലഭങ്ങൾ ആഹാരം കഴിക്കാറില്ല. പുഴുവായിരിക്കെ ശേഖരിച്ച ആഹാരത്തിന്റെ കരുതൽ ഉപയോഗപ്പെടുത്തിയാണ് പിന്നീടുള്ള ജീവിതം. വനങ്ങളിൽ ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഇവ അപൂർവമായി മാത്രമാണ് മനുഷ്യ സാമീപ്യത്തിൽ എത്തുന്നതെന്നും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. 1.5 നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഏലാതി ലേഹ്യം.